ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഉഴുന്നുവട പോലത്തെ ഉള്ളിവടയാണ്. അത് ആ ഷേപ്പ് അങ്ങനെയാണ്. മറ്റു ഇവിടെയൊക്കെ ഞാൻ വന്നതിന് ശേഷം കഴിക്കുന്ന ഉള്ളിവട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളില്ലാത്ത ഉള്ളിവടയാണ്, ഉള്ളി നിറച്ചിട്ടിട്ടുള്ളൊരു ഉള്ളിവട. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഉള്ളിവട എന്ന് പറയുന്നത് ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഇച്ചിരി വലിപ്പത്തിൽ ഹോളൊക്കെ ഉള്ളൊരു ഉള്ളിവട. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. ഞാനിത് എനിക്കറിയാവുന്ന രീതിയിൽ മൈദയും സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ആയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ശരിയായി വന്നില്ല. പിന്നെയാണിത് എന്തുകൊണ്ട് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല എന്ന് ഞാനൊന്ന് തിരക്കി. അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്കിത് ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത്. എനിക്കിത് ഷെയർ ചെയ്ത് എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. അപ്പോൾ ആ ബ്രദറിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് നമ്മൾ ഞാൻ ഈ വട ചെയ്തപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് കിട്ടിയ, നമ്മൾ കൊച്ചിയിൽ കഴിച്ച ആ ഒരു വടയുടെ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയ. അതെന്താ നിങ്ങൾക്കറിയണ്ടേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ്സിൽ 3 കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 500 ഗ്രാം, 1/2 കിലോയുടെ മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് കണ്ടില്ലേ, ഇത് ഒരു 3 വലിയ സവാള അരിഞ്ഞതാണ്. ഒരു 350 ഗ്രാം ഉണ്ട്. ഇത് നീളത്തിൽ ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക് അരിഞ്ഞതൂടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് സോഡാപ്പൊടിയാണ് വേണ്ടത്. ഇതിലേക്ക് വേണ്ടത് ഇനി കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു 1/4 ഗ്ലാസ് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. ഇത് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം തൈര് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇവിടെ കിട്ടുന്ന തൈരിന് പുളിയില്ലാത്തത് കൊണ്ട് ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മേടിക്കുന്ന ചായക്കടയിൽ അവർ ചെയ്യുമ്പോൾ അച്ചായന് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പുളിച്ച മാവെന്ന് പറയും. തലേ ദിവസം മൈദ അല്പം വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. ഇതൊന്ന് ഇളക്കാം. നമുക്ക് പുളിച്ചമാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഈ പുളിച്ചമാവ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ച് പിന്നെ ഒഴിക്കണം. അധികം വെള്ളം പാടില്ല. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, ഒത്തിരി ടൈറ്റ് ആകരുത്. ഒരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം പരുവത്തിനായിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം തലേദിവസം ഇന്നലത്തെ പുളിമാവിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇതുപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 2 മണിക്കൂറോളം ഇരിക്കണം, എന്നാലേ നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ വറുത്ത് കോരണം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരല്പം വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് മുക്കിയിട്ട്, ഇപ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും ആയി വരണമെന്നില്ല. ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുഴി ഒഴിച്ചിട്ട് നമുക്ക് എണ്ണയിലോട്ടിടാം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു കുഴി വെച്ചിട്ട് വടയും ചായയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിന് ഹോളൊക്കെ ഇടുന്നത് ഇച്ചിരി പാടാണ്. ഈ ഹോളിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ടേസ്റ്റൊക്കെ അടിപൊളി ടേസ്റ്റാണ്, ചായയുടെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ പുതിയ വീഡിയോകളുമായി ഇനിയും വരും. അതുവരെ ബൈ ഫ്രം ജെ ഫുഡ് വേൾഡ്.